ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് റോഡിന്റെ കൽക്കെട്ട് ഇടിഞ്ഞു വീണു. 10 അടി പൊക്കത്തിലുള്ള കൽക്കെട്ട് ഇടിഞ്ഞത് 15 അടിയോളം നീളത്തിൽ. ഗുജറാത്ത് കമ്പനിയുടെ നിർമ്മാണത്തിലെ അപാകതയിൽ പ്രതിഷേധം. നാളെ പരിശോധന. വേനൽ ചൂടിന് ആശ്വാസമായി കോട്ടയം ജില്ലയിൽ പരക്കെ വേനൽ മഴ. മണിക്കൂറുകളോളം മഴ പെയ്തു. ശക്തമായ മിന്നലും കാറ്റും ഒപ്പമെത്തി. മെയ് 3 വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പുതുപ്പള്ളി വിശ്വാസപ്രഭയിൽ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. മെയ് 5, 6, 7 തീയതികളിൽ പ്രധാന തിരുനാൾ. മണർകാട് ഭഗവതി ക്ഷേത്രത്തിൽ പള്ളിപ്പാന തുടങ്ങി. അനുഷ്ഠാന ചടങ്ങ് 12 ദിവസം. പള്ളിപ്പാനയ്ക്ക് ക്ഷേത്രം വേദിയാകുന്നത് 22 വർഷങ്ങൾക്കു ശേഷം. വാർത്തകൾ വിശദമായി. നിർമ്മാണത്തിലിരിക്കുന്ന കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് റോഡിന്റെ കൽക്കെട്ട് ഇന്നലെ പെയ്ത മഴയിൽ ഇടിഞ്ഞു വീണു. 15 അടിയോളം നീളത്തിൽ കൽക്കെട്ടിടിഞ്ഞു. നിർമ്മാണത്തിലെ അപാകതയാണ് കൽക്കെട്ടിടിയാൻ കാരണമെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. നിർദ്ദിഷ്ട കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ മധ്യഭാഗത്തായുള്ള കരിങ്കൽക്കെട്ട് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്നു വീണു. ബൈപ്പാസിന്റെ നിർമ്മാണ ജോലികൾ ആദ്യം ഏറ്റെടുത്ത ഗുജറാത്ത് കേന്ദ്രമായുള്ള ബാക്ക്ബോൺ കമ്പനി നിർമ്മിച്ച കെട്ടാണ് ഒരു ഭാഗത്ത് നിലം പൊത്തിയത്. 10 അടിയോളം ഉയരത്തിലുള്ളതാണ് കൽക്കെട്ട്. ഇതിന്റെ 15 അടിയോളം നീളത്തിലാണ് ഇടിഞ്ഞു പോയത്. ഈ കെട്ടിന്റെ ബാക്കിയുള്ള ഭാഗവും ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. നിർമ്മാണത്തിലെ അപാകതയാണ് മഴയിൽ കെട്ടിടിയാൻ കാരണമെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു. ബൈപ്പാസിന്റെ നിർമ്മാണം നടത്തുന്ന കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ അധികൃതർ വ്യാഴാഴ്ച സ്ഥലത്ത് പരിശോധന നടത്തും. പുതിയ കരാറുകാരായ ആലപ്പുഴ തെരുവത്ത് കൺസ്ട്രക്ഷൻസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് കൽക്കെട്ട് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഇതോടെ ഇതുവരെ നടത്തിയ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഗുണനിലവാരം പരിശോധിക്കേണ്ട സ്ഥിതിയാണുള്ളത്. 2024 ഫെബ്രുവരി മാസത്തിലാണ് ബൈപ്പാസിന്റെ പണി ആരംഭിച്ചത്. 1 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കണമെന്ന കരാർ കമ്പനിയായ ഗുജറാത്തിലെ ബാക്ക്ബോൺ കമ്പനി പാലിക്കാതെ വന്നതോടെ നിർമ്മാണ ജോലികളിൽ നിന്നും അവരെ ഒഴിവാക്കുകയായിരുന്നു. 78.69 കോടി രൂപയാണ് ബൈപ്പാസിനായി കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 24.76 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ദേശീയപാതയിൽ കുരിശങ്കൽ ജംഗ്ഷൻ സമീപം പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നിന്നും ആരംഭിച്ച് മണിമല റോഡിന്റെയും ചിറ്റാർപ്പുഴയുടെയും മുകളിലൂടെ മേൽപ്പാലം പണിത് കാഞ്ഞിരപ്പള്ളി ടൗൺ ഹാളിന്റെ വശത്തുകൂടി ദേശീയപാതയിൽ പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം എത്തുന്നതാണ് ബൈപ്പാസ്. 1.65 കിലോമീറ്റർ ദൂരമാണ് ബൈപ്പാസിനുള്ളത്. മേൽപ്പാലം പണിയുന്നതിനുള്ള പില്ലറുകളുടെ നിർമ്മാണവും ആരംഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ശക്തമായ വേനലിൽ ആശ്വാസമേകി 2ാം ദിനവും ജില്ലയിൽ വേനൽ മഴ പെയ്തു. 3:30 ആരംഭിച്ച മഴ മണിക്കൂറുകളോളം പെയ്തു. ഇടിയും മിന്നലും ഒപ്പമെത്തി. ദിവസങ്ങളായി തുടരുന്ന കനത്ത ചൂടിന് ആശ്വാസമേകി കോട്ടയം ജില്ലയുടെ വിവിധയിടങ്ങളിൽ വേനൽ മഴ പെയ്തു. ഉച്ചകഴിഞ്ഞ് 3:30യോടെയാണ് ശക്തമായ ഇടിമിന്നലും കാറ്റോടും കൂടി മഴയും എത്തിയത്. കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തമായ മഴ ലഭിച്ചിരുന്നു. കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, എരുമേലി, ചാമമ്പതാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ 1 മണിക്കൂറിലേറെ മഴ നീണ്ടു. കാറ്റും ഇടിമിന്നലും മഴയ്ക്കൊപ്പമുണ്ടായി. കനത്ത മഴയിലും കാറ്റിലും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മെയ് മാസം 3-ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. മെയ് 5, 6, 7 തീയതികളിലാണ് പ്രധാന തിരുനാൾ. 6-ാം തീയതി പൊന്നിൻ കുരിശ് മദ്ബഹയിലെ ത്രോൺ ഹൗസിൽ സ്ഥാപിക്കും. 7-ാം തീയതിയാണ് വെച്ചൂട്ട്. മതമൈത്രിയും സാഹോദര്യവും വിളംബരം ചെയ്ത് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിന് കൊടിയേറി. ഇടുക്കി ഭദ്രാസനാധിപൻ സഖറിയ മാർ സേവേറിയോസ് മെത്രാപ്പൊലീത്ത കൊടിയേറ്റി. നാടിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതിയ പ്രൗഢമായ കൊടിമര ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. വാദ്യമേളങ്ങളുടെയും വള്ളപ്പാട്ടുകളുടെയും അകമ്പടിയോടെ പുതുപ്പള്ളി എറികാട് കരക്കാർ ആഘോഷപൂർവ്വം കൊണ്ടുവന്ന കൊടിമരങ്ങൾ പള്ളിമുറ്റത്ത് നാട്ടിയതോടെ പെരുന്നാൾ ആരവം ഉയർന്നു. നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്ന ഘോഷയാത്ര നാടിന്റെ ഒരുമയുടെ പ്രതീകമായി മാറി. ഇന്ന് രാവിലെ പ്രഭാത നമസ്കാരത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ഫാദർ വർഗീസ് പി വർഗീസിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. മെയ് 5, 6, 7 തീയതികളിലാണ് പ്രധാന പെരുന്നാൾ ആഘോഷങ്ങൾ. 7-ാം തീയതി വിപുലമായ വെച്ചൂട്ട് നേർച്ചസദ്യയും നേർച്ചയപ്പം വിതരണവും നടക്കും.
ന്യൂസ് ബ്യൂറോ, കോട്ടയം. അനുഷ്ഠാനങ്ങളും വിശ്വാസവും മണർകാട് യജ്ഞവേദിയിൽ സംഗമിച്ചു. മണർകാട് ഭഗവതി ക്ഷേത്രത്തിൽ പള്ളിപ്പാന തുടങ്ങി 12 ദിവസത്തെ ചടങ്ങുകളാണ് നടക്കുന്നത്. എല്ലാ ദിവസവും വേലന്മാരാണ് പറകൊട്ടിപ്പാട്ട് നടത്തുന്നത്. ക്ഷേത്രത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പ്രസിദ്ധ അനുഷ്ഠാന ചടങ്ങായ പള്ളിപ്പാന കോട്ടയം മണർകാട് ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിച്ചു. 22 വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രാങ്കണം പള്ളിപ്പാനയ്ക്ക് വേദിയായത്. ഇന്നു മുതൽ 12 ദിവസം രാവിലെ മുതൽ രാത്രി വരെ ദേവിയെ സ്തുതിച്ചുള്ള പാനപ്പാട്ടും പൂജയും ബലികളും നടത്തുന്ന ഈ ചടങ്ങ് അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രമേ നടത്താറുള്ളൂ. ക്ഷേത്രവളപ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിൽ ദേവിയുടെ സ്വർണ്ണത്തിടമ്പ് എഴുന്നള്ളിച്ചിരുത്തിയാണ് ചടങ്ങുകൾ. ഇന്ന് രാവിലെ ദേവിയുടെ കാപ്പുകെട്ട് ചടങ്ങോടെ പള്ളിപ്പാനയ്ക്ക് തുടക്കമായി. യജ്ഞവേദിക്കായി ഓലപ്പന്തലുകളാണ് ഒരുക്കിയത്. ചാണകം മെഴുകിയ തറയിലാണ് ദേവിയെ ആവാഹിച്ചിരുത്തിയത്. വേലന്മാർക്കും വേലസ്ത്രീകൾക്കും യഥാക്രമം ഓത്തിനും മുറയോത്തിനും ഓലപ്പുരകളുണ്ടാകും. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ സാക്ഷിയാക്കിയാണ് 1-ാം ദിവസം രാത്രി ബലിച്ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഇതിന് ഇടുപണ ബലി എന്ന് പറയും. മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന ഭീഷ്മരുടെ പ്രതിമയെ സാക്ഷിയാക്കിയാണ് ചടങ്ങുകൾ നടക്കുക. 1.5 അടി വ്യാപ്തിയുള്ള കുഴിയെടുത്ത് അതിൽ ജീവനുള്ള മനുഷ്യനെന്ന സങ്കല്പത്തിൽ കോഴിയെ ഇറക്കി വയ്ക്കും. ഇത് പലകയിട്ട് മൂടി മുകളിൽ ഇല്ലി, നെല്ലി, കുലവാഴ എന്നിവ വയ്ക്കും. ചുറ്റും കുരുത്തോലയും വാഴപ്പോളയും നിരത്തുന്നു. ഇങ്ങനെ ഒരുക്കിയ ശയ്യയിലാണ് ഭീഷ്മരുടെ പ്രതിമ വെക്കുന്നത്. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ പ്രതിമയ്ക്ക് മുകളിലായി ഒരു മൺകുടം കെട്ടിത്തൂക്കും. ഇതിൽ 7 കിണറ്റിലെ ജലമെടുത്ത് സപ്തനദി സാന്നിധ്യം വരുത്തി ആകാശഗംഗയായി സങ്കല്പിച്ച് നിറയ്ക്കും. 12 ദിവസത്തെ ചടങ്ങുകൾക്ക് ശേഷം പലക മാറ്റുമ്പോൾ കോഴി പുറത്തേക്ക് ചാടിപ്പോകും. എല്ലാ ദിവസവും വേലന്മാരാണ് പറകൊട്ടിപ്പാട്ടും ഓത്തും നടത്തുന്നത്. ഭഗവാന്റെ നാമദോഷം തീർക്കാനാണ് അവർ കൂട്ടായി നീട്ടിപ്പാടി പറകൊട്ടുന്നത്. പകൽ വേലന്മാരുടെ ഓത്തും രാത്രി വേലസ്ത്രീകളുടെ മുറയോത്തുമാണ് നടക്കുന്നത്. ഭൂമിപൂജ നടത്തി 64 കലകളെയും പൂജിക്കുന്ന കുഴിബലി, പട്ടടബലി, നിണബലി, പഞ്ചഭൂതബലി, ആഴിബലി, കിടങ്ങുബലി, മറുകുബലി, പീഠബലി, ഓതിയൊഴിക്കൽ, കൈലാസത്തെ സങ്കല്പിച്ച് കുമ്പുബലി എന്നിവയാണ് 12 ദിവസത്തെ രാത്രിയിലെ പ്രധാന ചടങ്ങുകൾ. ഈ 12 ദിവസങ്ങളിലായി 18 കർമ്മങ്ങളാണ് നടക്കുന്നത്. വളരെ വിരളമായി മാത്രം ചില ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ഈ പള്ളിപ്പാന. പള്ളിപ്പാന ആചാര അനുഷ്ഠാനങ്ങളാലും വിവിധ തരത്തിലുള്ള വൈവിധ്യങ്ങളാലും പ്രസിദ്ധമാണ്. ഇവിടെ മാന്നാർ ശ്രീ VK ഉണ്ണികൃഷ്ണനാണ് പള്ളിപ്പാനയുടെ മുഖ്യ കാർമ്മികനായി എത്തിയിരിക്കുന്നത്. മഹാവിഷ്ണു ദോഷം വന്നതും പിന്നെ ദേവി ദേവന്മാർക്കുള്ളത്, പിന്നെ ജപ്തിചരിത്രം, ഇങ്ങനെയുള്ള ഓരോ. ഇനിയിപ്പോൾ വൈകിട്ട് നിഴൽക്കുത്തെന്ന് പറഞ്ഞ കഥയുണ്ട്, ഭാരതകഥയാണ്. അത് പാണ്ഡവന്മാരും കൗരവന്മാരുള്ള യുദ്ധം ചെയ്ത് അങ്ങനെയുള്ളൊരു കഥയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പാടി നമ്മൾ ഈ പള്ളിപ്പാന എന്ന് പറഞ്ഞാൽ അതിനെ ഓതി ഒഴിച്ച് മാറ്റുന്നത്. ഇതിപ്പം ഒരു നിഴൽക്കുത്തെന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറോളം ഉണ്ട് ആ ഒരു കോട്ട. എന്തോ അതിപ്പം ഓരോരുത്തർ ഓരോ കഥ പാടുക, അങ്ങനെയുള്ളൊരു കഥ. അപ്പം പിന്നെ പിണി തീർക്കുന്ന കഥ അത് ഒരു 3/4 മണിക്കൂറോളം ഉണ്ട്. അങ്ങനെ പല പല ഭാഗങ്ങളിൽ ചേർത്തി അങ്ങനെയുള്ള. പിന്നെ ദേവദൂതുണ്ട്, അങ്ങനെ ഓരോ ഇത് പാരമ്പര്യമായിട്ടുണ്ട്. നമ്മൾ അച്ഛനമ്മമാരുടെ അതിൽ നമ്മൾ പാരമ്പര്യമായിട്ടുള്ള ഇത്. നിഴൽക്കുത്ത്, ഗണപതി ഉത്ഭവം, നരസിംഹാവതാരം, ദശാവതാരം, കുചേലമോക്ഷം, ഭാരതം കഥ, സന്താനഗോപാലം, വിഷ്ണുവിന്റെ പിണിപ്പാട്ട് തുടങ്ങിയവയാണ് പറകൊട്ടിപ്പാട്ടിന് ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ. അവസാന ദിവസമായ മെയ് 10-ന് പുറനാടിയെ പുറംകളത്തിൽ ഗുരുതി ചെയ്യുന്നതോടെ പള്ളിപ്പാന തീരും. മനുഷ്യന് പകരം ഒരു കുമ്പളം 2ആയി വെട്ടിയാണ് ഈ കർമ്മം നിർവഹിക്കുന്നത്. പാലാഴി മഥന സമയത്ത് ആലസ്യത്തിലായ മഹാവിഷ്ണുവിനെ ഉണർത്തുന്നതിന് വേണ്ടി പാടിയതാണ് പള്ളിപ്പാന എന്നാണ് ഐതിഹ്യം. സുബ്രഹ്മണ്യനാണ് പള്ളിപ്പാന നിർദ്ദേശിച്ചത്. പരമശിവൻ വേലനായും ശ്രീപാർവതി വേലത്തിയായും അവതരിച്ച് പള്ളിപ്പാന പാടി വിഷ്ണുവിനെ ഉണർത്തിയെന്നാണ് ഐതിഹ്യം. മെയ് 7 മുതൽ 9 വരെ നടക്കുന്ന പാനയടി എന്ന വഴിപാടാണ് പള്ളിപ്പാനയിലെ പ്രധാന ദോഷപരിഹാര ചടങ്ങ്. മാന്നാർ VK ഉണ്ണികൃഷ്ണന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 25-ലേറെ സഹകാർമ്മികർ ചേർന്നാണ് പള്ളിപ്പാന നടത്തുന്നത്. മണർകാട് ക്ഷേത്രത്തിൽ 2004-ലാണ് അവസാനമായി പള്ളിപ്പാന നടന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പെരിയാർ വാലി മെയിൻ കനാലിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ചികിത്സയിലായിരുന്ന കോട്ടയം സ്വദേശിയായ നഴ്സിംഗ് വിദ്യാർത്ഥിയും മരണത്തിന് കീഴടങ്ങി. മണർകാട് ഒറ്റപ്പാലക്കൽ വീട്ടിൽ എമിൽ സുനിലാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. 21 വയസ്സായിരുന്നു. ഇതോടെ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 3ആയി. കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എമിൽ. മണിമല കർദിനാൾ പടിയറ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് ഇനി മുതൽ MGM കർദിനാൾ പടിയറ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജായി പുതിയ അധ്യയന വർഷം പ്രവേശനം ആരംഭിച്ചു.
ആരംഭിച്ചു. കേരളത്തിലെ ഏറ്റവും ബൃഹത്തായ വിദ്യാഭ്യാസ ശൃംഖലയാണ് MGM എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 1994 കൊട്ടാരക്കരയിൽ ആരംഭിച്ച് ഇന്ന് 31 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ MGMന് കീഴിൽ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ CBSE ഫലത്തിൽ MGM ഗ്രൂപ്പിലെ 14 സ്കൂളുകളിലും 100% വിജയം നേടി. pre-KG മുതൽ +2 വരെയുള്ള ക്ലാസുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നതെന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ MGM എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിൻ മാനേജർ R. സുനിൽകുമാർ, വൈസ് പ്രിൻസിപ്പൽ LC മാത്യു, OK രവിശങ്കർ എന്നിവർ പറഞ്ഞു. കൊട്ടാരക്കര ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന MGM ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ 17ാമത്തെ CBSE സ്കൂളാണ് കോട്ടയം ജില്ലയിലെ മണിമലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർദിനാൾ പടിയറ മെമ്മോറിയൽ സ്കൂൾ. 17ാമത്തെ സ്കൂളായി MGM ഗ്രൂപ്പ് ഈ സ്കൂളിനെ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ അക്കാഡമിക് ഇയർ മുതൽ സ്കൂളിൻ്റെ പൂർണ്ണമായ നിയന്ത്രണവും എല്ലാ പ്രവർത്തനങ്ങളും MGM ഗ്രൂപ്പാണ് നടത്തുന്നത്. MGM ഗ്രൂപ്പിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 31 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ 17 CBSE സ്കൂളുകളും ഒരു എയ്ഡഡ് സ്കൂളും, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഒരു BEd കോളേജ്, അതുപോലെ തന്നെ ഒരു BEd കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ഫാർമസി കോളേജുകൾ, ഇങ്ങനെ മൊത്തത്തിൽ 31 സ്ഥാപനങ്ങളാണ് സിംഗിൾ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതോടൊപ്പം തന്നെ അവരെ കായികപരമായും കലാരംഗത്തും എല്ലാം മികച്ച വിദ്യാർത്ഥികളായി വാർത്തെടുക്കത്തക്ക രീതിയിലുള്ള ഒരു കരിക്കുലമാണ് MGM ഗ്രൂപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പാലാ മാർസ്ലിവ മെഡിസിറ്റിൽ ഹൃദ്രോഗ ചികിത്സയ്ക്കായി AI സാങ്കേതിക വിദ്യയോട് കൂടിയ നൂതന OCT സംവിധാനം പ്രവർത്തനം തുടങ്ങി. പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഹൃദയത്തിലെ രക്തക്കുഴലുകളുടെ അകത്തെ ഘടനകൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാന നേട്ടം. രക്തക്കുഴലുകളിലെ ബ്ലോക്കുകളുടെ സ്വഭാവവും തീവ്രതയും കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുകയും ബ്ലോക്കുകൾ ഏത് തരത്തിലുള്ളതാണെന്ന കൃത്യമായ വിവരവും OCT പരിശോധനയിലൂടെ ലഭ്യമാകും. വേനൽക്കാലത്ത് കേബിൾ ഇടാനായി കുഴികളെടുത്തത് പൊടിശല്യം രൂക്ഷമാക്കി. പാലായ്ക്ക് സമീപം വെള്ളഞ്ചൂരിലാണ് റോഡരികിൽ കുഴികളെടുത്തത് മൂലം പൊടി നിറഞ്ഞ് യാത്രക്കാർക്കും നാട്ടുകാർക്കും ശല്യമായത്. കടുത്ത വേനൽക്കാലത്ത് കേബിൾ ഇടാനായി കുഴികളെടുത്തത് നാട്ടുകാരെ ദുരിതത്തിലാക്കി. പാല ഏഴാച്ചേരി രാമപുരം റോഡിൽ വെള്ളഞ്ചൂരിലാണ് കേബിൾ കുഴികൾ നാട്ടുകാർക്ക് ദുരിതം വിതയ്ക്കുന്നത്. പാലാ മുനിസിപ്പാലിറ്റിയിലെ 2ാം വാർഡിലെ വെള്ളഞ്ചൂരിൽ പൊടിശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് സ്ഥലവാസികൾ. നിരവധി വാഹനങ്ങൾ ദിവസേന സഞ്ചരിക്കുന്ന റോഡിൽ വാഹനങ്ങൾ പോകുമ്പോൾ സമീപമാകെ പൊടി നിറയുകയാണ്. KSEB ABC കേബിളുകൾ ഭൂമിക്കടിയിലൂടെയാക്കാൻ കുഴിയെടുത്തത് മൂടാത്തതാണ് പൊടിശല്യം രൂക്ഷമാക്കിയത്. കുഴിയെടുത്തപ്പോൾ ജലനിധി കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതും നാട്ടുകാരുടെ കുടിവെള്ളവും മുടങ്ങി. സമീപപ്രദേശത്തെ നിരവധി വീടുകളിലേതും കോളനികളിലേതുമടക്കം നിരവധി വീടുകളിൽ ദിവസങ്ങളായി കുടിവെള്ളം മുടങ്ങി. വാട്ടർ അതോറിറ്റി വെള്ളം പമ്പ് ചെയ്യുമ്പോൾ പൈപ്പ് പൊട്ടിയ സ്ഥലങ്ങളിൽ വെള്ളം പാഴാവുകയാണ്. ഈ പ്രദേശങ്ങളിലൂടെ വാഹന ഗതാഗതവും ബുദ്ധിമുട്ട് നിറഞ്ഞതായി. 1 കിലോമീറ്ററോളം ദൂരത്തിൽ ഒരു വശത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവുന്നത്. എതിരെ വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ സാധിക്കില്ല. മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം ഒരുക്കിയിട്ടുമില്ല. കുഴിയെടുത്തത് എന്തിനെന്നോ പണിയെന്ന് തീരുമെന്നോ അറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആരോട് പരാതി പറഞ്ഞാലാണ് തങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണാൻ കഴിയുക എന്നാണ് അവർ ചോദിക്കുന്നത്. കേബിൾ ഇടാനാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത് കുഴിക്കുന്നത്. കേബിൾ ഇട്ട് പോയിട്ടുണ്ട്. എന്നാ കേബിൾ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇലക്ട്രിസിറ്റിക്കാരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെന്ന് അവിടെ പറഞ്ഞെന്ന് അപ്പൊ പറയുന്നത് ആൾക്കാർ. നമ്മളവിടെ പോയില്ല കേട്ടോ. ഇങ്ങനെ ആൾക്കാർ പറയുന്നത് എല്ലാം ബുദ്ധിമുട്ടാണ്. ഇവിടെ പൊടി കാരണം ഒരു മനുഷ്യന് നിൽക്കാൻ മേല. അതുപോലെ ശല്യം. ഇതിങ്ങനെ എന്നാ കാണിച്ചാൽ നിർത്തില്ല. നല്ല ഒന്നാന്തരമായിട്ട് ടാറിങ്ങും ചെയ്ത വഴിയാ. വർഷങ്ങൾ മുമ്പ് ഈ റബ്ബറൈസ്ഡ് ടാർ ചെയ്തു പോയ വഴി അത് ഇത് കുത്തിപ്പൊളിച്ച്, അത് റോഡിന്റെ നടുവാ കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. ഇത്രയും മണ്ണുള്ള ഒരു ഇട്ടിരിക്കുന്നത്, സാധനം ഇട്ടിരിക്കുന്ന ആൾത്തോട്ട്. അതിനായി റോഡ് ഇത്രയും കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് റോഡിന്റെ കൽക്കെട്ട് ഇടിഞ്ഞു വീണു. 10 അടി പൊക്കത്തിലുള്ള കൽക്കെട്ട് ഇടിഞ്ഞത് 15 അടിയോളം നീളത്തിൽ. ഗുജറാത്ത് കമ്പനിയുടെ നിർമ്മാണത്തിലെ അപാകതയിൽ പ്രതിഷേധം. നാളെ പരിശോധന. വേനൽ ചൂടിന് ആശ്വാസമായി കോട്ടയം ജില്ലയിൽ പരക്കെ വേനൽ മഴ. മണിക്കൂറുകളോളം മഴ പെയ്തു. ശക്തമായ മിന്നലും കാറ്റും ഒപ്പമെത്തി. മെയ് 3 വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പുതുപ്പള്ളി വിശ്വാസപ്രഭയിൽ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. മെയ് 5, 6, 7 തീയതികളിൽ പ്രധാന തിരുനാൾ. മണർകാട് ഭഗവതി ക്ഷേത്രത്തിൽ പള്ളിപ്പാന തുടങ്ങി. അനുഷ്ഠാന ചടങ്ങ് 12 ദിവസം. പള്ളിപ്പാനയ്ക്ക് ക്ഷേത്രം വേദിയാകുന്നത് 22 വർഷങ്ങൾക്കു ശേഷം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.